മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. ജനസമ്പർക്ക പരിപാടിക്കിടെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. പരാതി നൽകാനെത്തിയ വ്യക്തിയാണ് രേഖയെ ആക്രമിച്ചത്. ആക്രമണത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, എല്ലാ ആഴ്ചയും നടത്താറുള്ള ജനസമ്പർക്ക പരിപാടിക്കിടെയാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എന്ത് പരാതിയുമായി എത്തിയ ആളാണ് ഈ ഒരു ആക്രമണം നടത്തിയത്? എന്താണ് ഈ ഒരു ആക്രമണത്തിന് കാരണം എന്നത് വ്യക്തമായിട്ടുണ്ടോ? അതുല്യ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ആഴ്ചയും നടത്തിവരുന്ന ജനസമ്പർക്ക പരിപാടിക്കിടെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. എന്നാൽ അക്രമി എന്ത് പരാതിയുമായി എത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. 35-കാരനായ വ്യക്തിയാണ് ആക്രമിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചോദ്യം ചെയ്ത് വരികയാണ്. എന്തിനാണ് ഇത്തരത്തിൽ ആക്രമിച്ചതെന്നോ അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ലക്ഷ്യം എന്തെന്നോ ഉള്ള കാര്യത്തിലൊന്നും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് വരികയാണ്. 35-കാരനാണ് പ്രതി. അതുപോലെ തന്നെ ഇയാൾ വ്യക്തമായി ആക്രമിച്ചിട്ടുണ്ട്. ഒരു അക്രമ ശ്രമമല്ല, ആക്രമണം തന്നെ നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഹെവി ഒബ്ജക്റ്റ് വെച്ച് അടിച്ചിട്ടുണ്ട് എന്ന കാര്യമൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പരാതി കൊടുക്കുന്ന അല്ലെങ്കിൽ പരാതി നൽകുന്ന വ്യാജേനയാണ് ഇത്തരത്തിൽ അക്രമി ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയത്. തുടർന്നാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത്. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു അപ്രതീക്ഷിതമായ ഒരു ആക്രമണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഇപ്പോഴും ഒരു ഉയർന്നൊരു ചോദ്യം, ഡൽഹി മുഖ്യമന്ത്രിക്ക് പോലും ഇത്തരത്തിൽ സുരക്ഷയില്ലേ എന്നൊരു ചോദ്യമാണ് ഉയർന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ വസതിയിൽ, ഔദ്യോഗിക വസതിയിൽ എത്തി ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നു, മുഖ്യമന്ത്രിക്ക് പരിക്കേൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ജനങ്ങളുടെ കാര്യം അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഇവർ സുരക്ഷ നൽകാൻ പോകുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാർക്ക് എന്തായിരിക്കും എന്ന ഒരു ചോദ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാളുടെ പിന്നിലെ ഗൂഢലക്ഷ്യം എന്ത്, അല്ലെങ്കിൽ ആക്രമണത്തിന് പിന്നിലെ ലക്ഷ്യം എന്ത്, ഇത് പ്രീ പ്ലാൻഡ് ആണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ 35-കാരനായ വ്യക്തിയാണ് അക്രമി. അയാളെ ചോദ്യം ചെയ്ത് വരികയാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുല്യ. ശരി രഞ്ജിൽ, ദില്ലി മുഖ്യമന്ത്രിയായിട്ടുള്ള രേഖ ഗുപ്തയ്ക്ക് നേരെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. എല്ലാ ആഴ്ചയും നടത്തി വരാറുള്ള ജനസമ്പർക്ക പരിപാടിക്കിടെ പരാതി നൽകാനെന്ന വ്യാജേന എത്തിയ ആളാണ് ആക്രമിച്ചിരിക്കുന്നത്. എന്താണ് ആക്രമണത്തിന് പിന്നിൽ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. നിലവിൽ വിവരങ്ങൾ നൽകിയത് രഞ്ജിൽ രാജാണ്.